ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മൂന്നാമത്തെ നോമ്പാട്ടോ. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്ന് ചോറ് അടുപ്പത്തിട്ടാണ് വന്നേണ്ടേ. ചോറ് അടുപ്പത്ത് വെച്ചിട്ടോ കളിച്ചാക്കുള്ളത്. അപ്പോൾ ഇന്ന് പത്തിരി അല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, 2-3 നോമ്പ്, 4 നോമ്പ്, 5 നോമ്പ് വരെയൊക്കെ പത്തിരി പോലുണ്ട്. പക്ഷെ ഇന്നലെ 2 നോമ്പിനാണ് പത്തിരി ഉണ്ടാക്കിയത്. അപ്പൊക്കെ എല്ലാവർക്കും മടുത്തിട്ടോ. അപ്പൊ ഇന്ന് ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കാനാണ് വിചാരിച്ചത് കേട്ടോ. നൂൽപുട്ടും ചിക്കൻ കറിയാണ്. പിന്നെ ബീഫ് ഇന്നലെ വെച്ച തന്നെ കുറച്ചുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടോ. അപ്പം നൂൽപുട്ടിനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേന്. അപ്പൊ ഒരു കപ്പിന് 1 കപ്പ് തന്നെ വെള്ളം കേട്ടോ. അപ്പൊ ഞാൻ 1.5 കപ്പാണ് പൊടി എടുക്കുന്നത്. അപ്പൊ 1.5 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പൊ അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട്, ഇത് ഞാൻ കല്ലുപ്പ് പൊടിച്ചുണ്ടാക്കണം കേട്ടോ. പൊടിയുപ്പല്ല, അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഞാൻ അത് തിളക്കട്ടെ. പിന്നെ ഇപ്പുറത്ത് നമുക്കപ്പക്ക് ചിക്കൻ്റെ കറി ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പൊ അത് വടിയും മൂടി വെച്ചാല് പെട്ടെന്ന് തിളച്ചോളും. പൊടിക്ക് നൂൽപുട്ടുണ്ടാക്കുമ്പോ വെള്ളം നല്ലോണം തിളക്കണം കേട്ടോ. തിളച്ചിട്ട് ആ വെള്ളം ഒന്നിന് ചൂടാറിയിട്ടാണ് അതിക്ക് പൊടിയിടുക. അപ്പോൾ അത് നമുക്ക് നൂൽപുട്ട് നല്ലോണം പെട്ടെന്ന് ചുറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ മൂടി വെക്കുകയാണ്, വെള്ളം തിളക്കട്ടെ. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിടും. തിളച്ചിഞ്ഞ് ഇത് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്യല്ല, ഇവിടെ വേറെ സാധനം വെക്കാണ്ട്. അപ്പൊ അത് തിളച്ചത് എടുത്ത് വെച്ചു കേട്ടോ. ഇതൊന്നിന് ചൂടാറണം. ഇവിടെ ചായക്ക് വെള്ളം വെച്ചുവിടോ. വെള്ളത്തിൽ തന്നെ പഞ്ചസാര ഇടണം. അങ്ങനെ കാണിച്ചിരുന്നതാണ്. അപ്പൊ വെള്ളം ചൂടാറിയിട്ടുണ്ടോ. പറ്റാറാൻ പറ്റില്ല. നമ്മളെ കൈ ഇങ്ങനെ ഇട്ട് നോക്കിയാൽ നല്ലോണം പൊള്ളരുത്. അങ്ങനത്തെ ഒരു ചൂടിലാണ് കേട്ടോ. പൊടിയിട്ട് വെള്ളം നല്ല കറക്റ്റ് വെള്ളമാവും കേട്ടോ. ഇങ്ങനെ വെച്ചാൽ നമ്മൾ 1 കപ്പിന് 1.5 കപ്പ്, 1 കപ്പിന് 1 കപ്പ് തന്നെ വെള്ളം കേട്ടോ. പത്തിരി ആണെങ്കിൽ 1 കപ്പിന് 1.5 കപ്പ് വെക്കുമല്ലോ. ഇത് 1 കപ്പിന് 1 കപ്പ് വെള്ളമാണ് വെച്ചിരുന്നത്. നല്ല കറക്റ്റ് പാകമാണ് വെള്ളം. ചിക്കൻ കറി ആയിരുന്നു. ഇവിടെ നമുക്ക് നൂൽപുട്ട് ചൂടാനുള്ള ഇഡ്ഡലിന്റെ പാത്രത്തിലാട്ടോ വെക്കല്. ഇത് എല്ലായിടത്തും ഉണ്ടാവും. ഇതേപോലത്തെ ഒരു സാധനമാണ്. അപ്പൊ ഇതിലിങ്ങനെ 4 തട്ടുകൾ ഉണ്ട് കേട്ടോ. അതിങ്ങനെ വെച്ചുകൊടുക്കുക ചെയ്യാം. അപ്പൊ ഞാനത് കുഴക്കട്ടെ. പൊടി കുഴക്കല് കഴിഞ്ഞിട്ടോ. ഇതേപോലെ അങ്ങനെ ആക്കിയേക്കുക. ഇതിങ്ങനെ ഇടുക. വേണ്ടത് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ പറ്റും കേട്ടോ. മറ്റേ വെള്ളം ചിലവർ പറയും പച്ചവെള്ളത്തിൽ കുഴച്ചാൽ മതി. ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് അത്ര വലിയൊരു പിടുത്തം തോന്നിയില്ല കേട്ടോ. എനിക്കിങ്ങനെ ഉണ്ടാക്കിയപ്പോഴാണ്, ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് കേട്ടോ. അതിങ്ങനെ വെള്ളം തിളപ്പിച്ചാണ്ട് ചൂടാറിയിട്ട് എടുത്തപ്പോഴാണ് എനിക്ക് നല്ല കറക്റ്റ് തോന്നിയത്. പിന്നെ ചിലവരിങ്ങനെ നല്ല ഗതികേടാണ് ഇടിയപ്പം ഉണ്ടാക്കാൻ, നൂലപ്പം എന്നൊക്കെയാണ് ഇവിടെ പറയാം. നൂലപ്പം ഉണ്ടാക്കാൻ ഭയങ്കര ഗതികേടാണ്, അതൊക്കെ എങ്ങനെയാ ഉണ്ടാക്കുക അങ്ങനെ പറയട്ടോ. ആ ഒരു സിനിമയില് കാട്ടുണ്ടല്ലോ, ഏതാ എന്താ ബേസിൽ ജോസഫിന്റെ ജയ ജയ പറഞ്ഞ ആ സിനിമയിലുണ്ടല്ലോ, ഓന്റെ അമ്മ ഇങ്ങനെ ഇടിയപ്പം ചുണ്ട് ഭയങ്കര തിക്കായിട്ട് കാട്ടുന്ന പോലെ. അപ്പൊ അതൊക്കെ കാണുമ്പോ അങ്ങനെ വിചാരിക്കട്ടെ, എങ്ങനെയാ ഇപ്പൊ ഇത്ര ടൈറ്റ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ. അപ്പൊ അത് വെള്ളം തിളച്ചിരുന്നു കേട്ടോ. എന്തായിക്ക് ഞാൻ വെച്ചാൽ കറക്റ്റ് ആണ്. ഇത് ഞങ്ങൾ സെപ്പറേറ്റ് വാങ്ങിയാട്ടോ. ഇതിനുള്ള ഇഡ്ഡലിന്റെ പാത്രങ്ങൾ വേറെ കേട്ടോ. പക്ഷെ ഇത് ഞങ്ങൾ വാങ്ങിയപ്പോ ഇതിന് കറക്റ്റ് ആയി കിട്ടിയതാണ്. അപ്പൊ ഇനി അതാവട്ടെ. അപ്പൊ ആയിട്ട് നമുക്ക് കാണാം. ഇന്നത്തെ ജ്യൂസ് എന്ന് പറഞ്ഞാല്
മുന്തിരിയാണ് കേട്ടോ. മുന്തിരി വേവിച്ച് വെച്ചതാണ്. അപ്പൊ കുറച്ച് പഞ്ചസാര ഇട്ടുകൊണ്ട് ഞാൻ അങ്ങനെ വേവിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ജ്യൂസ് ഇതാണ്. അതിങ്ങനെ അരിച്ചെടുക്കണ്ട, നല്ലോണം വെന്തിടും. അപ്പൊ ഇത് മുന്തിരി ഞാൻ അരിച്ചെടുത്ത് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടോ. ഇതിപ്പോ ഞങ്ങൾക്കൊരു 3 ദിവസം ഉണ്ടാക്കാനൊക്കെ ഉണ്ടാവും. നല്ല തിക്കാണ് കേട്ടോ. കുറച്ചെടുത്തിട്ട് വെള്ളം ഒഴിച്ചാണ്ട് 3 ദിവസം ഉണ്ടാക്കാനൊക്കെ ഉണ്ടാവും ഫ്രിഡ്ജിൽ വെച്ചാല്. അങ്ങനെ നൂൽപുട്ട് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് തീരുന്നൊരു പണിയാണ് നൂൽപുട്ടിന്റെ പണി അറിയണത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ, അപ്പൊ ബുദ്ധിമുട്ടി ഉണ്ടാക്കണവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ, എന്നിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ പറയും. അപ്പോ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.